എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വന്യമായ കൂപ്പുകൈ. കാണുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഇതുവരെ നിങ്ങളുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്തതായിട്ടുള്ള എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനിയും ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമേ എന്ന് വിനീതമായ അഭ്യർത്ഥനയോടുകൂടി ഞാൻ ഈ പുതിയ ടോപ്പിക്കിലേക്ക് ആരംഭിക്കുകയാണ്. എന്നെ നിങ്ങൾക്കറിയാം, ഞാൻ ഡോക്ടർ രാജു, കൊട്ടാരക്കരയ്ക്കടുത്ത് തൃക്കണമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നു. മറ്റെന്തെങ്കിലും അറിയണമെങ്കിൽ ഫോൺ വിളിച്ച് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഫോൺ ബാക്കി കാര്യങ്ങൾ പറയാം. ഇന്ന് ഞാൻ എൻ്റെ മുമ്പിലൊരു കാര്യമുള്ളത് എല്ലാ സ്ത്രീകൾക്കും ഭവിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഉള്ള ഒരു കാര്യമാണ്. അത് സ്ത്രീകൾ മാത്രം കാണേണ്ടതല്ല, പുരുഷന്മാരും ഇതേക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിനെയാണ് മെനോപോസ് എന്ന് പറയുന്നത്. അതായത് മാസമുറ നിൽക്കുന്ന സമയം. ഏതാണ്ട് 12 വയസ്സിൽ തുടങ്ങി അല്ലെങ്കിൽ 11 വയസ്സിൽ തുടങ്ങി എല്ലാ സ്ത്രീകൾക്കും ഓരോ മാസത്തിലും ഓരോ മുറകൾ വരും. അത് ചില സ്ഥലങ്ങൾ മാസക്കുളി എന്നൊക്കെ പറയുന്നു. വേണ്ടത്തെ ഏറിയയിൽ മാസക്കുളി എന്നാണ് പറയുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ കുളിക്കുന്നില്ല, പക്ഷെ അവിടെ രക്തം പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ഈ മാസമുറ ഒരു പ്രായം കഴിഞ്ഞാൽ 40 വയസ്സിന് ശേഷം, ഇവിടെ 43 വയസ്സ് മുതൽ 55 വയസ്സ് വരെ നമ്മൾ മെനോപോസ് അല്ലെങ്കിൽ ബ്ലീഡിങ് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ശരാശരി കേരളത്തിൽ ഇന്ത്യയിൽ 47 വയസ്സിലാണ് ഇത് നിൽക്കുന്നത്. എന്ന് വിചാരിച്ച് ചിലർ 51, 52 വയസ്സിലൊക്കെ പോകാം. അപ്പോൾ ഈ മെനോപോസ് പോയുന്നതായിട്ടുള്ള സമയത്ത്, മെനോപോസ് വരുന്നതായിട്ടുള്ള സമയത്ത് ചില ആൾക്കാർക്ക് വളരെ വേഗം 1 മാസം തന്നെ 2 പ്രാവശ്യം വരുന്നതായിട്ട് കാണാം. 2 പ്രാവശ്യം വരുന്നതായിട്ട് കാണാം. അതുപോലെ 2 പ്രാവശ്യം വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും ചില സമയം. അതുപോലെ മാസമുറ അവസാനിക്കുന്നതായിട്ട് സമയത്ത് ചില ആൾക്കാർക്ക് കൂടുതൽ ദൂരം അല്ലെങ്കിൽ 3 മാസത്തിൽ ഒരിക്കൽ മാത്രമേ ഈ മാസമുറ വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ മാസമുറ അവസാനിക്കാനായിട്ട് പോവുകയാണ്. അത് കണ്ട് വിഷമിക്കൊന്നും വേണ്ട. നിങ്ങളെ ഒരു കുട്ടികളുടെ ഉൽപാദന ശക്തി അവസാനിക്കുകയാണ്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഫോളിക്കിൾസ്, ഓവറിലുള്ള എത്ര ഫോളിക്കിൾസ്, എത്ര അണ്ടം ഉൽപ്പാദിക്കുന്നുള്ളത് നേരത്തെ തീരുമാനിച്ചിട്ടിരിക്കുന്ന കാര്യമാണ്. അത് ഒരു ദിവസം റൈറ്റിലാണെങ്കിൽ അടുത്ത പ്രാവശ്യം ലെഫ്റ്റിലാണ് നമ്മുടെ അണ്ടം ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മെനോപോസ് അങ്ങ് അടുക്കുമ്പോൾ, അത് പെട്ടെന്ന് എനിക്ക് ഒരു വർഷം മാസമുറ ഒട്ടും വരാതിരുന്നാലാണ് അതിനെ മെനോപോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല ദിവസങ്ങൾ കഴിഞ്ഞ് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ച് ഭാരപ്പെടരുത്. മാത്രമല്ല, നമ്മൾ ഭാരപ്പെട്ടെന്ന് വിചാരിച്ച് വലിയ പ്രയോജനം കിട്ടുന്നുമില്ല. നമ്മുടെ ലൈംഗിക ജീവിതത്തിൻ്റെ ഒരു അവസാനമല്ല ഈ മെനോപോസ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ലൈംഗിക ജീവിതം എന്ന് പറയുന്നത് നമ്മൾ സന്തോഷിക്കാനും പുത്രോൽപാദനത്തിനും ഉള്ളതാണ്. എന്നാൽ നിങ്ങൾക്ക് വീണ്ടും സന്തോഷിക്കാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. തീർച്ചയായിട്ടും ലൈംഗിക ബന്ധം ചെയ്യുന്ന ആൾക്കാരുടെ BP കുറയുന്നു. ഹാപ്പി ഹോർമോൺസായ ഓക്സിറ്റോസിൻ അല്ലെങ്കിൽ ഡോപ്പമിൻ ഉണ്ടാകുന്നു. അവരുടെ ടെൻഷൻ വളരെ കുറയുന്നു എന്നൊക്കെ പഠനങ്ങൾ, സെക്സോളജി പഠനങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊരിക്കലും നിന്നിട്ടില്ല. അതോടുകൂടി നിങ്ങളുടെ പുത്ര ഉൽപാദന ശക്തി അവസാനിക്കുകയാണ്. ഈ സമയത്ത് ചില ആൾക്കാർ വളരെ സിംറ്റംസ് ആയിട്ട് കാണിക്കും. ചിലർ പറയുന്നത് ഹോട്ട് ഫ്ലഷസ് എന്ന് വെച്ചാൽ ശരീരത്തിലൊക്കെ എപ്പോഴും ചൂട്, അവിടെ വേദന, ഇവിടെ വേദന, മൂഡ് ചേഞ്ചസ്, നമ്മുടെ മനോനില പലപ്പോഴും മാറിപ്പോകുന്നു. പെട്ടെന്ന് നമ്മൾ ഇറിറ്റേറ്റഡ് ആകും. അതുപോലെ നമ്മൾക്ക് പെട്ടെന്ന് തലവേദന വരും, അല്ലെ തലകറക്കം വരും, നമുക്കൊരു ഒരു ഇല്ലായ്മ, ഒരു തോന്നലൊക്കെ വരും. ഇതിന്റെ ഭാഗമാണ്, മെനോപോസിന്റെ ഭാഗമാണ്. അതെല്ലാവർക്കും കണ്ടെന്നിരിക്കത്തില്ല. അതൊന്നുമില്ലാത്ത ചില സ്ത്രീകളുണ്ട്, അത് അറിയാത്ത പോലും ചില സ്ത്രീകളുണ്ട്. മെനോപോസ് എന്തുവാണെന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ ഈ ഹോട്ട് ഫ്ലഷിങ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഡോക്ടറെ കാണാനായിട്ട് നിങ്ങൾ ഒരിക്കലും മടിക്കരുത്. ചിലപ്പോൾ ആൻറ്റി ഡിപ്രസൻസ് ഒക്കെ കൊടുത്തിട്ടിരിക്കും. ചിലപ്പോൾ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി തന്നെ ചെയ്യേണ്ടിയിരിക്കും. ഇങ്ങനെയുള്ള പല വിധത്തിലായിട്ടുള്ള തെറാപ്പികൾ അതിനുണ്ട്. അവിടെ വിഷമിക്കേണ്ട കാര്യമില്ല. ഇവിടെ വിഷമം നമ്മളെ എവിടെയും കൊണ്ടെത്തിക്കത്തില്ല.
ഒരാൾ അത് ചിന്തിച്ചു, ഇത് ചിന്തിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് വിഷമിച്ചെന്ന് വിചാരിച്ചതൊന്നും മാറത്തൊന്നുമില്ല. വരാനുള്ളത് വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് മെനോപോസ് വന്നു, ഞാൻ പ്രായമായി, എൻ്റെ മുടി നരച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മുടിയൊക്കെ നരയ്ക്കും, മുടിയൊക്കെ കൊഴിയും, ഒക്കെ കാര്യങ്ങളൊക്കെ ശരിയാണ്. അപ്പോൾ ഈ മെനോപോസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇത് ഏതാണ്ട് 47 വയസ്സിൽ നമ്മൾ കഴിയും. അതോടുകൂടി നമ്മുടെ അണ്ടോൽപാദന ശക്തി നശിക്കുകയും നമ്മളുടെ മുഖത്ത് ചില വ്യത്യാസങ്ങളൊക്കെ വരികയും ചെയ്യും. ഈ മുഖത്ത് വരുന്ന വ്യത്യാസത്തിനെയാണ് നമ്മൾ മെലാസ്മ എന്ന് പറയുന്നത്. മെലാസ്മ അല്ലെങ്കിൽ കൊലാസ്മ. ഇതിന് സ്കിൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ നല്ലതായിട്ട് അവൈലബിൾ ആണ്. അത് പ്രയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറുത്ത പാട് അല്ലെങ്കിൽ ബട്ടർഫ്ലൈ ഷേപ്ഡ് ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും. അതുകൊണ്ട് ഇത്രയും നേരം എന്നെ കേട്ട് സഹിച്ചിരുന്ന പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളോടും എൻ്റെ വിനീതമായ കോപ്പി അറിയിക്കുന്നു. ഇതുവരെയും ഇത് ലൈക്ക് ചെയ്തിട്ടില്ലാത്തവരും, ഷെയർ ചെയ്തിട്ടില്ലാത്തവരും, കമൻറ്റ് ചെയ്തിട്ടില്ലാത്തവരും, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും ദയവായി അത് ചെയ്യണം. കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതൊക്കെ ഞങ്ങൾക്ക് വളരെ ആശ്വാസം പകരുന്നതാണ്. കാരണം ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഇങ്ങനെ വീഡിയോകൾ എടുക്കുന്നത്. അതിന് എന്നെ സഹായിച്ച ഞങ്ങളുടെ സിസ്റ്റർ മിനിയോടുള്ള നന്ദി ഒക്കെ അറിയിക്കുന്നു. അപ്പോൾ പുള്ളിക്കാരിയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരോടുള്ള നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.